ഹലോ, വെൽക്കം ഓഫ് ടു ചെക്ക് ചെക്ക്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫേസ് ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇപ്പം ജസ്റ്റ് ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടേ ഉള്ളൂ. ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ഫ്രണ്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കായി തോന്നി. ഞാൻ അതുകൊണ്ട് ഇപ്പം തന്നെ ഒരു വീഡിയോ എൻ്റെ ഫേസസിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കയറിയതാണ്. നമുക്ക് ഒരു പോസിറ്റീവ് സ്ട്രൈക്ക് റേറ്റ്, നമ്മൾ എപ്പോഴും ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് നമ്മളെന്നും നമ്മൾ ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്കാൽപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മെൻറ്റൽ തിങ്കിങ് പ്രോസസ്സാണ്. നമ്മൾ ഒരു ലോട്ട് വാങ്ങിക്കുമ്പോൾ ആ ലോട്ടിൽ നിന്ന് നമുക്കൊരു 500 റുപ്പീസ് കിട്ടുന്നത് തന്നെ മോർ ദാൻ ഒരു 1-2% ആണത്. ആ 1-2% നമുക്ക് ആ 1 ലോട്ടിൽ ചെയ്യുന്നത് തന്നെ അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം ആ ഒരു നിങ്ങൾ വലിയ സ്കാൽപ്പേഴ്സിന് അല്ലെങ്കിൽ വലിയ വലിയ അക്കൗണ്ട്സ് നിങ്ങൾ കാണുന്ന സമയത്ത് അവർ വലിയ എമൗണ്ട് ഇട്ടിട്ടാണ് ആക്ച്വലി അവർ ട്രേഡ് ചെയ്യുന്നത്. അപ്പം അവരുടെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അകത്ത് തന്നെ അവർ ചിലപ്പം 2000, 3000, 4000 ലോട്ടുകൾ തന്നെ എടുത്തിട്ടായിരിക്കും അവർ ആ ട്രേഡ്. അപ്പം നിങ്ങൾ കാണുന്ന PNL വരുന്ന വ്യത്യാസങ്ങൾ ലൈക്ക് ലാക്സ് അല്ലെങ്കിൽ തൗസൻഡ്സിൽ വരുന്ന മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഇത് നമ്മൾ കണ്ടിട്ട് നമ്മൾ ഈ കാര്യം പോയി മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഈ ഇഷ്യൂ വരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പം നമുക്ക് യൂഷ്വലി ഒരു 100, 200, 250 എന്നൊക്കെ വരെ പോകുമ്പോൾ നമ്മൾ അവിടെ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് നമ്മളതവിടെ വെച്ചുകൊണ്ടിരിക്കുകയും ആ കൂടാനുള്ള സാധ്യതയുടെ തോട്ട് പ്രോസസ്സിൽ ഇത് തിരിച്ച് താഴേക്ക് വന്നുകയും അത് വൻ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത. ദിസ് ഇസ് വാട്ട് ആക്ച്വലി മേക്സ് ഇറ്റ് എ ഡിഫറൻസ്. ഈ ഒരു നമ്മുടെ തോട്ട് പ്രോസസ്സ് നമ്മൾ മെയ്ഡ് ഇതിനെയാണ് ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ ട്രേഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു കാര്യം. അപ്പം ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഗ്രീനിനെക്കാളും കൂടുതൽ നമ്മൾ റെഡേ കാണത്തുള്ളൂ. സോ ഡിസിപ്ലിൻഡായി നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നമുക്ക് കാര്യമായിട്ട് തന്നെ നമുക്ക് ട്രേഡിങ്ങിൽ നമുക്കൊരു സക്സസ് റേറ്റ് ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു.